അക്കടെ ഒത്തുന്തി വരുമ്പോൾ ഏതാ ഭാഷ? തെലുങ്കല്ലേ? ചിലപ്പോൾ ഇവിടെ നിന്നായിരിക്കും പട്ടാളക്കാർ നല്ല ഷൂട്ട് ചെയ്യുന്നുണ്ടാവും. എങ്ങനെയുണ്ട്? ഈ സൈഡിൽ നമുക്ക് ഇവിടെ കടൽ ഈ ഭാഗത്തട്ടോ, നമ്മൾ കാണുന്നത് കായലാണ്. കായൽ എന്ന് പറയുമ്പോൾ ചപ്പോറ ഫോർട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് വ്യൂ പോയിന്റ്സ് ഒക്കെ നമുക്ക് കാണാനുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ ഈ ലഗേജ് ഏറ്റിയിട്ട് പിന്നെ ഇതേപോലുള്ള വാട്ടർ ബോട്ടിലും ഒക്കെ വാങ്ങി യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അച്ഛന്മാരെ നമ്മൾ ചപ്പോറ ഫോർട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ കുറച്ച് വ്യൂ പോയിന്റ്സ് ഒക്കെ നമുക്ക് കാണാനുണ്ട്. മക്കളെ നിങ്ങൾ വിചാരിക്കും ഈ ട്രാവൽ പോകുന്നത് ഭയങ്കര രസമുള്ള കാര്യം. അതുകൊണ്ടൊക്കെ ഈ ബാഗിൻ്റെ ഇത് കണ്ടോ, ഈ ലഗേജ് ഏറ്റിയിട്ട് പിന്നെ ഇതേപോലുള്ള വാട്ടർ ബോട്ടിലും ഒക്കെ വാങ്ങി യാത്ര ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെ ഒരു മാപ്പിൻ്റെ ഫോട്ടോ കണ്ടിട്ടോ, അത് പിക്ചറൈസേഷൻ ഒക്കെ പഴയതായി പോയിട്ടുണ്ട്. പക്ഷേ ഇവിടെ പിന്നെ റേറ്റ് ഇല്ല, ചെറിയ വിലയുള്ളൂ. അതിവിടെ പാർക്കിംഗ് ഫീസ് മാത്രമേ ഉള്ളൂ, ഓൺലി പാർക്കിംഗ് ഫീസ്. ചപ്പോറ ഫോർട്ടിലെ ഗോവയിൽ വന്നിട്ട് ഇത്രയും ദൂരം നമ്മൾ നടന്നു വന്നിട്ട് പാർക്കിംഗ് ഫീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, നമുക്ക് തൽക്കാലം കുറച്ച് നേരം ഇരിക്കണം. ഇവിടെ നട്ടപ്പൂരി വെയിലാണ്. നമ്മൾ ഇത്രയും ദൂരം വന്നിട്ട് ടിക്കറ്റ് ഇല്ലാത്ത ഒരേ ഒരു സ്ഥലം ഗോവയിൽ, അതും നോർത്ത് ഗോവയിൽ ചപ്പോറ ഫോർട്ടാണ്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവിടെ അതിനത്രയും വലിയ സംഗതികളൊന്നും കാണാനില്ല എന്നാണ്. ഇനി ഒന്നും അറിയില്ല, പോയി നോക്കിയിട്ട് കണ്ടറിഞ്ഞാൽ അല്ലാതെ ഒരു രക്ഷയില്ല. ഇവിടുന്ന് ഒരു ബീച്ച് കാണാലോ. ബീച്ച് കാണുന്നുണ്ട് കേട്ടോ. ആൽപ്പണ്ട കുറച്ച് നേരം ഇരിക്കും ഞാൻ. ഇതടാ ഞാൽപ്പഴുണ്ട്. ആദ്യം കുറച്ച് നേരം ഇരിക്കട്ടെ. എൻ്റെ മക്കളെ വിചാരിച്ച പോലല്ല, നമ്മളെ കേരളത്തിനായി നല്ല വെയിലല്ല, ഹെവി ചൂടാണ് ആണ് ഈ ഗോവയിൽ. ഒരു രക്ഷയില്ല. മഴേൻ്റെ സീസൺ ടൈമിൽ വരാം. അപ്പോൾ റൈഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാവും. മഴ തുടങ്ങണ ആ സമയത്ത് വരിക, അല്ലെങ്കിൽ മഞ്ഞുകാലമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ആ സമയത്ത് വരിക. അതാണ് ഏറ്റവും ബെറ്റർ. നല്ല മഴയുള്ള ടൈമിന് വരാതെ, നല്ല മഴയുള്ള സമയത്ത് വന്നു കഴിഞ്ഞാൽ യാത്രയെ ബാധിക്കും, അതും പണിയാണ്. പിന്നെ അതേപോലെ 2 വീലർ റെൻറ്റിനെടുത്തിട്ടൊന്നും പോലും നടക്കില്ല. അത് മഴ ഒരു ഏകദേശം നോർമൽ ടൈപ്പുള്ള സമയത്ത് വന്നാൽ മതി. ഓക്കെ, ഇനി കുറച്ചേരം റെസ്റ്റ്. അപ്പം അച്ഛന്മാരെ നമ്മൾ ചപ്പോറ ഫോർട്ടിൻ്റെ ഏറ്റവും ടോപ്പിലല്ല, ഫ്രണ്ടിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ടിക്കറ്റ് കണ്ടോ, അവിടെ ടിക്കറ്റ് ഇല്ലയെന്ന് പറഞ്ഞിട്ട്, താഴ്ന്ന ടിക്കറ്റ് ഇല്ലയെന്ന് പറഞ്ഞു. മുകളിൽ എത്തിയിട്ട് നമ്മൾ ടിക്കറ്റ് ഉണ്ടോ ഇല്ലയെന്ന് നോക്കാം. This is a view from ചപ്പോറ ഫോർട്ട്. ഈ സൈഡിൽ നമുക്ക് ഇവിടെ കടൽ ഈ ഭാഗത്തട്ടോ, നമ്മൾ കാണുന്നത് കായലാണ്. കായൽ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ചെറിയ കായലാവും. കടലൊക്കെ ഈ ഭാഗത്താണ്. ദൂരം കണ്ട കപ്പൽ കടലല്ല, ഇതിൻ്റെ അപ്പുറം ആകാ ബീച്ച് ഇത് തന്നെ. ഒക്കെ ഇവിടെ സ്പോട്ടുകളൊക്കെ 5 കിലോമീറ്റർ 6-7 കിലോമീറ്ററിൻ്റെ ഉള്ളിലാണ്. അപ്പം നമുക്ക് ചപ്പോറ ഫോർട്ടിൻ്റെ ഉള്ളിലേക്കൊന്ന് പോയി നോക്കാം. മിക്കവാറും 5 PM ആയിരിക്കും. അപ്പം നമുക്ക് ഇതിൻ്റെ മേലെന്ന് വരും, അതിന് മേലെ. അക്കടെ ഒത്തുന്തി വരുമ്പോൾ ഏതാ ഭാഷ? തെലുങ്കല്ലേ?
ഇത് ഫോർട്ടിൻ്റെ വാച്ച് ടവറില്ലേ, അങ്ങനത്തെ ഫോർട്ട് എന്ന് പറയാൻ മാത്രമുള്ള സംഗതി ഇല്ല ഇവിടെ. ടിക്കറ്റ് ഇല്ലാത്തൊരു സംഗതി നമ്മൾ കയറി വരുന്ന ആ ഒരു സ്റ്റെപ്പ് വ്യൂ ഉണ്ടല്ലോ, അതാട്ടോ. പിന്നെയുള്ള അയ്യവ ഏതോ ഒരു ബീച്ച് കാണും. ആ ബീച്ചിൻ്റെ പേര് നമുക്ക് നോക്കാം. ചിലപ്പോൾ ഇവിടെ നിന്നായിരിക്കും പട്ടാളക്കാരും ഷൂട്ട് ചെയ്തിട്ടുണ്ടാവും. ബീച്ച് എൻജോയ്മെൻറ്റ് എന്തൊക്കെ പറഞ്ഞാലും എങ്ങനെയൊക്കെ പറഞ്ഞാലും ഗോവ എന്ന് പറയുമ്പോൾ ബീച്ച് എൻജോയ്മെൻറ്റ് മാത്രമാണ്. പിന്നെ നമ്മൾ ചോപ്ര ഫോർട്ടിനെ കുറിച്ചിട്ട് പറയാം. അതിന് മുന്നേ ഇവിടെയൊക്കെ വരികയാണെങ്കിൽ എന്തായാലും ഒന്ന് തട്ടിപ്പ് വെട്ടിപ്പ് സംഭവം, ആളുകളും എല്ലാ സംഗതികളും റിച്ചാണ്, ഭയങ്കര റിച്ചാണ്. റെസ്റ്റോറൻ്റ് ആയിക്കോട്ടെ, ഫുഡിൻ്റെ ആയിക്കോട്ടെ, എല്ലതും ഭയങ്കര റിച്ച് ആയിട്ടുള്ള സംഗതിയാണ്. ഫുഡ് നല്ല റേറ്റാണ്. മദ്യത്തിന് മാത്രമായിട്ടാണ് വിലക്കുറവുള്ളത്, പ്രത്യേകിച്ച് എടുത്തു പറയാം. ബാക്കിയെല്ലാം നല്ല റേറ്റാണ്. നല്ല ശ്രദ്ധ കാണണം, കാരണം നമ്മൾ വഴി മാറിപ്പോവാൻ ഒരുപാട് ചാൻസുകളുണ്ട്. ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ പല പേരുകൊണ്ട് പല സംഗതികളായിട്ട്